സംസ്ഥാനം കണ്ട എക്കാലത്തെയും വലിയ പ്രകൃതി ദുരന്തമായി മാറിയിരിക്കുകയാണ് വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ. ഒരുമിച്ച് ജീവിച്ചവരും ഒരാഴ്ചക്കാലം മുമ്പ് സമ്പാദിച്ചതുമെല്ലാം നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിലാണ് ഒരുപറ്റം മനുഷ്യർ. ഒരു ഗ്രാമം തന്നെ ഇല്ലാതാകുകയും മൃതദേഹങ്ങൾ കിലോമീറ്ററുകൾക്കപ്പുറത്തേക്ക് ഒഴുകിയെത്തിയതിൻ്റെയും വാർത്തകളാണിപ്പോൾ ചുറ്റും. ജീവൻ നഷ്ടപ്പെട്ടവരെ തിരികെ എത്തിക്കാൻ കഴിയില്ലെങ്കിലും അതിജീവിച്ചവരെ തിരികെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റേണ്ടത് അത്യാവശ്യമാണ്. പലതരത്തിലുള്ള സന്നദ്ധ പ്രവർത്തനങ്ങൾ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നടക്കുന്നുമുണ്ട്. ഇതിനിടെയാണ് മുഖ്യമന്ത്രി ഇന്നലെ രക്ഷാപ്രവർത്തനത്തിനും പുനരധിവാസത്തിനും വേണ്ടി സർക്കാരിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണമെന്നാവശ്യപ്പെട്ടത്. എന്നാൽ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇന്നലെ മുതൽ നടക്കുന്നത്. ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്ന പണം അർഹതപ്പെട്ടവർക്ക് എത്തുന്നില്ല എന്നും വലിയ തിരിമറികൾ നടക്കുന്നുമെന്നുമാണ് പ്രചരണം. ഇതുമൂലം ജനങ്ങളിൽ ചിലരെങ്കിലും ആശങ്കയിലായിട്ടുണ്ട്. എന്നാൽ തീർത്തും തെറ്റായ ഒരു പ്രചരണം മാത്രമാണിത്. ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തുന്നതും ചെലവാകുന്നതുമായി ഓരോ രൂപയ്ക്കും കൃത്യമായ ഓഡിറ്റിങ്ങിലൂടെയാണ് കടന്നു പോകുന്നത്. മാത്രമല്ല പരിപൂർണമായും സുതാര്യവുമായ ഫണ്ടാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി. 2018 ഒന്നാം പ്രളയകാലം തൊട്ടാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് വ്യാപകമായ സഹായം എത്തിയത്. 2018 19 പ്രളയകാലത്ത് ദുരിതാശ്വാസ നിധിയിലേക്ക് വന്ന തുകയും ചെലവാക്കിയ തുകയും തമ്മിലുള്ള കണക്കുകൾ പരിശോധിച്ചാൽ തന്നെ എത്രത്തോളം സുതാര്യമാണിതെന്ന് വ്യക്തമാകും. 2018 ജൂലൈ 27 മുതൽ 2020 മാർച്ച് 26 വരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിയത് 4970 കോടി രൂപയാണ്. ഇതിൽ 4724.83 കോടി രൂപയും പ്രളയബാധിതർക്ക് അനുവദിച്ചു. ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കാണ് ഫണ്ട് കൈകാര്യം ചെയ്യാനുള്ള ചുമതല. എന്നാൽ ഫണ്ട് നിയന്ത്രിക്കുന്നത് റവന്യൂ വകുപ്പാണ്. അതായത് ദുരിതാശ്വാസ നിധി ബാങ്ക് അക്കൗണ്ടിന്റെ ചുമതലയുള്ള ധനകാര്യ സെക്രട്ടറിക്ക് പോലും ഇഷ്ടാനുസരണം പണം പിൻവലിക്കാനോ കൈമാറ്റം ചെയ്യാനോ കഴിയില്ല എന്ന് സാരം. ലഭിച്ച തുക കൈകാര്യം ചെയ്ത രീതി എന്നീ വിവരങ്ങളെല്ലാം സർക്കാർ വെബ്സൈറ്റിൽ ലഭ്യമാണ്. മാത്രമല്ല വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ചാൽ ഏത് ആൾക്കും ഈ വിവരങ്ങളെല്ലാം കൃത്യമായി ലഭിക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ എല്ലാം നഷ്ടപ്പെട്ട് ജീവൻ മാത്രം കയ്യിലുള്ള പ്രളയത്തെ അതിജീവിച്ച എല്ലാ ആളുകളെയും സഹായിക്കുന്നതിന് വേണ്ടി നമുക്കും ഒരു കൈ സഹായം ആശങ്കയില്ലാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ചെയ്യുവാൻ കഴിയും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്നതോടൊപ്പം വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുക. താങ്ക്